ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പഴിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദേവസ്വം ബോർഡ് പറഞ്ഞതിനെ തുടർന്നാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി അനുമതി കൊടുത്തതെന്നാണ് മൊഴി. ഉമേഷ് ബാലകൃഷ്ണൻ ഒരു ചേരുന്നു. ഉമേഷ്, ദേവസ്വം ബോർഡും അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ നേരെ തന്ത്രി പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ തന്ത്രി പറയുന്നത് അങ്ങനല്ല, ദേവസ്വം ബോർഡ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഉമേഷ്. തീർച്ചയായും പത്മകുമാർ അടക്കം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് ഇത്തരത്തിൽ തന്ത്രി പറഞ്ഞു, അതിനനുസരിച്ചാണ് ഈ കാലപ്പഴക്കം സംബന്ധിച്ച തീരുമാനമെടുത്തതും അത് പുതുക്കി ഈ സ്വർണം പൂശാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തായാലും പൂർണ്ണമായി രണ്ട് തന്ത്രിമാരും, നേരത്തെ കണ്ഠരര് രാജീവരും ഇത് സംബന്ധിച്ച മൊഴി SITക്ക് മുന്നിൽ നൽകിയിരുന്നു. ഇപ്പോൾ കണ്ഠരര് മഹേഷ് മോഹനനും നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് പൂർണ്ണമായി ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ്, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ ഇതിനുള്ള അനുമതി തങ്ങൾ നൽകിയത്. അല്ലാതെ മറ്റൊരു ഇടപാടും തങ്ങൾക്കില്ല. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്കറിയാം. കൂടാതെ നേരത്തെ ഉയർന്ന പ്രധാന ആരോപണം, നേരത്തെ ബാംഗ്ലൂരിൽ പോയി ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പൂജ ചെയ്ത ഒരു ആരോപണം നിലനിൽക്കുന്നു. എന്തായാലും പൂജ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പൂജ ചെയ്യാനുള്ള കാരണം ഒരു ഭക്തൻ എന്ന നിലയിൽ ഗോവർദ്ധനൻ വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തന് വേണ്ടിയാണ് താൻ അവിടെ പോയി പൂജ ചെയ്തത് എന്നാണ് എന്തായാലും ഇപ്പോൾ SITക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ മൊഴിയിൽ തുടർ നടപടിയൊന്നും പോലീസ് ഉടൻ എടുക്കുന്നില്ല. കാരണം SIT സംഘത്തിന്റെ ഇപ്പോഴത്തെ മുന്നിലുള്ള പ്രധാന കടമ്പ എന്ന് പറയുന്നത് 3-ാം തീയതി കൃത്യമായി ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഡ്രാഫ്റ്റിംഗിലാണ് ഈ അന്വേഷണ സംഘം പൂർണ്ണമായി ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത്. ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിയിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിനുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണ സംഘത്തിന്മേൽ നിർദ്ദേശങ്ങൾ SIT ഹൈക്കോടതി നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലപാടിൽ തുടരുകയാണ്. അപ്പം ജയശ്രീയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയശ്രീയുടെ അറസ്റ്റും ഈ ഒരു 3 ദിവസത്തിന്, അതായത് 3-ാം തീയതിക്ക് മുൻപ് ഉണ്ടാകില്ല. എന്തായാലും പൂർണ്ണമായി ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ട് തയ്യാറാക്കണം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകൾ, ആ തെളിവുകളും കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിംഗിലും ഈ ഡ്രാഫ്റ്റിംഗിലുമാണ് ഇപ്പോൾ SIT സംഘം കൂടുതലായി ശ്രദ്ധ ചെലുത്തുന്നത്. മനസ്സിലാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമെന്ന് പത്മകുമാർ SITക്ക് മൊഴി നൽകി എന്നുള്ളതാണ്. മാത്രമല്ല ഈ പോറ്റിയും രാജീവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ പോറ്റിക്ക് ശബരിമലയിലേക്കുള്ള വഴി തുറന്നത് രാജീവരുടെ ഇടപെടലുണ്ട് എന്നൊക്കെ മൊഴിയുണ്ടെന്ന് പറയുന്നു. അതേസമയം ഈ തന്ത്രി പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല, അത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം, ദേവസ്വം ബോർഡ് പറഞ്ഞു, അതിന് പ്രകാരം ഒപ്പിട്ട് കൊടുക്കാതെ മറ്റു വഴികളില്ല. അപ്പോൾ ഇത് ഏത് മൊഴിയിലാണ്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമാണ് ആ മൊഴികളിൽ. ഏത് മൊഴികൾക്കാണ് SIT കൂടുതൽ തൂക്കം കൊടുക്കുന്നത് ഉമേഷ്? അഷ്മി, ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥർ, കാരണം ഇതിൽ ഒപ്പിട്ടതും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം ബോർഡ് പ്രസിഡന്റും ബോർഡ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെയുള്ള മൊഴി, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപെടലുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ, ഇവയെല്ലാം അനുസരിച്ചുള്ള മൊഴികൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതേസമയം തന്ത്രിമാർക്കെതിരെ മൊഴിയുണ്ട്, ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്, പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധവും എല്ലാം തന്ത്രിമാർക്കാണ് എന്നുള്ള മൊഴി, പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവർക്കാണ് എന്നുള്ള മൊഴി കൃത്യമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾക്കോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT ഇപ്പോൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ കൂടി, പ്രത്യേകിച്ച് തന്ത്രിമാരാണ് സ്വാഭാവികമായി വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്കോ ഈ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെയുള്ള നടപടിയിൽ കടന്നതുപോലുള്ള നടപടികളിലേക്കോ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്കോ വല്ലോ കടന്നു കഴിഞ്ഞാൽ മറ്റ് പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഒരുപക്ഷെ SIT മുന്നിൽ കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കോടതിയുടെ കൂടി ക്ലിയറൻസ്, ഈ തെളിവുകൾ, ലഭിച്ച തെളിവുകളും കിട്ടിയ മൊഴികളുമെല്ലാം കോടതിയിൽ സമർപ്പിക്കും SIT ഒരു ഇടക്കാല റിപ്പോർട്ട് എന്ന നിലയിൽ. അതിനുശേഷം മാത്രമായിരിക്കും ഇനിയുള്ള അറസ്റ്റുകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ ഈ 3-ാം തീയതിക്ക് മുൻപ് ഒരു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതെങ്കിലും പ്രതികളെ 6 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 6 പേരും ഇപ്പോൾ റിമാൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടർ ചോദ്യം ചെയ്യലിനും ഈ 3-ാം തീയതി വരെ സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ, പ്രത്യേകിച്ച് തന്ത്രിമാർക്കെതിരെ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കാൻ സാധ്യതയുള്ളത്. ഹഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രക്കൊള്ളയിൽ ആരുടെയൊക്കെ പങ്കുണ്ട് എന്നതിൽ SIT അന്വേഷണം സജീവമായി മുന്നോട്ടേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.